ഹലോ, എൻ്റെ പേര് വിനി. നന്നായിട്ട് ഇംഗ്ലീഷൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ യൂട്യൂബ് വീഡിയോസ് ഇവിടെ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വന്നതാണെങ്കിൽ എവിടെ വെച്ച് തുടങ്ങും എന്നറിയില്ലെങ്കിൽ ഒരു 16 വീഡിയോയുടെ പ്ലേലിസ്റ്റ് ഉണ്ട്, അത് ആദ്യം കാണാം. അതിൽ ടെൻസുകളും കാര്യങ്ങളും എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ബേസിക്കായിട്ട് ഫ്രീ ആയിട്ടൊരു കോഴ്സ് വേണമെങ്കിൽ അതെടുത്താൽ മതി. 16 ദിവസം കൊണ്ട് നമുക്കത് തീർക്കാൻ പറ്റും. പക്ഷേ ഇന്ന് നമുക്ക് സ്വാഭാവിക സംഭാഷണത്തിൽ വേണ്ട ഒരു കുറച്ച് സെൻറ്റൻസ് പഠിച്ചാലോ? നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒരു കോഴ്സായിട്ട് വേണമെങ്കിൽ ഞാൻ കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ഡീറ്റെയിൽസൊന്നും ഇപ്പോൾ പറയുന്നില്ല, ലാസ്റ്റ് പറയാം കേട്ടോ. ഇപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. റെഡിയാണോ? അലക്സ് എന്ന് പറഞ്ഞിട്ടൊരാൾ ചോദിക്കുകയാണ്. ആരുടെ അടുത്ത്? ജിനോ എന്ന് പറയുന്ന വേറൊരാളുടെ അടുത്ത്. ഇവരൊക്കെ ഒരു സ്കൂളിലോ കോളേജിലോ ഒരുമിച്ച് പഠിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അലക്സ് ചോദിക്കുകയാണ്, എടാ ജിനോ, നീ ആ പുസ്തകം തിരിച്ചു കൊടുത്താ? അതെങ്ങനെ ചോദിക്കും? എന്തെങ്കിലും ചെയ്തോ, ആ പരിപാടി ചെയ്തോ എന്ന് ചോദിക്കാൻ ഡിഡ് വെച്ചിട്ടാണ് തുടങ്ങുക. അപ്പോൾ പുസ്തകം തിരിച്ചു കൊടുത്തോ എന്ന് ചോദിക്കണമെങ്കിൽ തിരിച്ചു കൊടുക്കുക, റിട്ടേൺ. അപ്പം എൻ്റെ സെൻറ്റൻസ് ഉണ്ടായിക്കോളൂ. ഡിഡ് യു റിട്ടേൺ ദ ബുക്ക്? ഡിഡ് യു റിട്ടേൺ ദ ബുക്ക്? പുസ്തകം തിരിച്ചു കൊടുത്തോ? ഏത് പുസ്തകമാണെന്ന് അറിയാമെന്നുള്ള പോലെയാണ് സംസാരിക്കണേ. ഡിഡ് യു റിട്ടേൺ ദ ബുക്ക്? എന്നോട് പറഞ്ഞോളൂ, ഡിഡ് യു റിട്ടേൺ ദ ബുക്ക്? അപ്പോൾ നമ്മുടെ ജിനോ ചോദിക്കുക, ഏത് പുസ്തകം? അയ്യോ ചോദിക്കുക, ഏതെന്ന് പറയാൻ വിച്ച് ബുക്ക്? അപ്പോൾ അലക്സ് പറയാണ്, നീ മിയയുടെ അടുത്തുനിന്ന് ഒരു പുസ്തകം വാങ്ങിച്ചിരുന്നില്ലേ, ആ പുസ്തകം. അപ്പോൾ നമ്മൾ മലയാളത്തിൽ വാങ്ങിക്കാമെന്ന് പറയുമെങ്കിലും കടായിട്ടാണ് വാങ്ങിക്കുക അല്ലേ, അല്ലാണ്ട് പുസ്തകം എടുത്തിട്ട് വീട്ടിലേക്ക് പോയിട്ട് പിന്നെ എൻ്റെ എന്ന് പറയുന്നത് അല്ല, അതല്ലത്. മിയയുടെ അടുത്തുനിന്ന് കടം വാങ്ങിച്ച പുസ്തകം. അപ്പോൾ എങ്ങനെ പറയാം? ഒന്നില്ലെങ്കിൽ ദ ബുക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ the one you borrowed. കടം വാങ്ങിക്കുക, borrow. the one you borrowed ആരുടെ അടുത്തുനിന്ന്? from Mia. the one അല്ലെങ്കിൽ the book you borrowed from Mia. മിയയുടെ അടുത്ത് നീ ഒരു പുസ്തകം വാങ്ങിച്ചിരുന്നില്ലേ, ആ പുസ്തകം നീ തിരിച്ചു കൊടുത്തോ? did you return the book? അല്ലേ, ഏത് പുസ്തകം? the one you borrowed from Mia. അപ്പോൾ ജിനോ എന്ത് പറയാം? അതോ, about that. അതിനെക്കുറിച്ച് എന്നിട്ട് പറയാം, അബൌട്ട് ദാറ്റ്. ഒരു ചെറിയ പ്രശ്നമുണ്ട്. ദർ ഈസ് എ ടൈനി പ്രോബ്ലം. ഒരു കുട്ടി, ഏറ്റവും ചെറിയൊരു പ്രശ്നം, അതാണ് ടൈനി. ദർ ഈസ് എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറയുന്ന എല്ലാ സെൻറ്റൻസുകളും നമ്മൾ തുടങ്ങേണ്ടത് ദർ ഈസ്. എനിക്ക് എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ഉണ്ട്, സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഐ ഹാവ്, ഹി ഹാസ് എന്നൊക്കെ വെച്ച് തുടങ്ങും. പക്ഷേ ജനറലി ഇങ്ങനൊരു കാര്യമുണ്ട്, അവിടെ ഒരു മരമുണ്ട്. ആരുടെ മരം? അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, ഒരു മരമുണ്ട്. അങ്ങനെ എന്തെങ്കിലും സാധനം ഉണ്ട് എന്ന് പറയണമെങ്കിൽ ദർ ഇസ്. കുറേ സാധനങ്ങളാണെങ്കിൽ ദർ ആർ. അപ്പോൾ അതിനെക്കുറിച്ച് അബൌട്ട് ദാറ്റ് ചെറിയൊരു പ്രശ്നമുണ്ട്. ദർ ഇസ് എ ടൈനി പ്രോബ്ലം. അപ്പോൾ മിയ കൂടെ ഉണ്ട്. മിയ ചോദിക്കുക, ചെറുതോ? ടൈനി? എന്താ ഉദ്ദേശിക്കണേ? എന്താ നീ പറഞ്ഞ് ഉദ്ദേശിക്കണേ? എന്താ നീ ഇങ്ങനെ ടൈനി പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞില്ല, എന്താ നീ ഉദ്ദേശിക്കണേ? എങ്ങനെ പറയാം? വാട്ട് ഡു യു മീൻ? വാട്ട് ഡു യു മീൻ? എന്താ നീ ഉദ്ദേശിക്കണേ? മിയയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പുസ്തകത്തിൻ്റെ കാര്യം പറയാം കേട്ടോ, ചെറിയൊരു പ്രശ്നമുണ്ടെന്ന്. അപ്പം മിയ ചോദിക്കും, എന്താ പ്രശ്നം? വാട്ട് ഡു യു മീൻ? അപ്പോൾ ജിനോ പറയാം, അത് നഷ്ടപ്പെട്ടു എൻ്റെ കയ്യിൽ നിന്ന്. എങ്ങനെ പറയാം? നഷ്ടപ്പെടുക എന്നതിന് ടു ലൂസ് സംതിങ്. അപ്പോൾ നമ്മൾ അയഞ്ഞ വസ്ത്രങ്ങളാണെങ്കിൽ അത് ലൂസ് എന്ന് പറയും. അത് സ്പെല്ലിങ് വേറെയാണ്, LOOSE. എന്തെങ്കിലും നഷ്ടപ്പെടുക എന്നുള്ളതിനും ലൂസ് എന്ന് പറയും. പാസ്റ്റ് ടെൻസ് എന്താ? ലോസ്റ്റ്. അത് എനിക്ക് നഷ്ടപ്പെട്ടു അതിൻ്റെ കയ്യിൽ നിന്ന്, ഐ ലോസ്റ്റ് ഇറ്റ്. അപ്പോൾ നമുക്ക് അത് ഏകദേശം എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നൊക്കെ നമ്മളിങ്ങനെ കുറച്ചൊന്ന് പരിങ്ങി പറയില്ലേ. അപ്പോൾ അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഐ കൈൻഡ് ലോസ്റ്റ് ഇറ്റ് എന്ന് പറയാം. കൈൻഡ് ഓഫ് എന്നുള്ളൊരു വാക്കുണ്ട്. ഇടയ്ക്ക് നമ്മളിങ്ങനെ ഒരു പേടിയൊക്കെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ കൃത്യമായിട്ട് പറയാൻ പറ്റാത്തപ്പോൾ നമ്മൾ കൈൻഡ് ഓഫ് എന്നുള്ളത് കൈൻഡ് എന്നാണ് നമ്മൾ പറയുക. ഐ കൈൻഡ് ലോസ്റ്റ് ഇറ്റ്. എനിക്കത് നഷ്ടപ്പെട്ടു എന്നാണ് തോന്നുന്നത്. അങ്ങനൊരു രീതിയിലാണ് പറയണത്. നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ, തോന്നുന്നതല്ല, നഷ്ടപ്പെട്ടു. അപ്പോൾ സാം ചോദിക്കുകയാണ്. സാം ആരാ? സാം വേറൊരുത്തനാ ഈ കൂട്ടത്തിലുള്ള. സാം ചോദിക്കുകയാണ്, അയ്യോ അത് ലൈബ്രറിയിൽ നിന്ന് എടുത്തായിരുന്നില്ലേ? അങ്ങനെ ചോദിക്കുക. വാസിൻറ്റ് ദാറ്റ് ഫ്രം ദ ലൈബ്രറി? വാസിൻറ്റ് ദാറ്റ് ഫ്രം ദ ലൈബ്രറി? ലൈബ്രറി എന്നുള്ളതായിരുന്നില്ല അത്. വാസിൻറ്റ് ദാറ്റ് ഫ്രം ദ ലൈബ്രറി? അപ്പം മിയ പറയാം,
അതെ, നല്ല വില കൂടിയതായിരുന്നു. യെസ്, ആൻഡ് ഇറ്റ് വാസ് വെരി എക്സ്പെൻസീവ് എന്ന് പറയാം. പക്ഷെ പൊതുവെ സംഭാഷണങ്ങളിൽ ഭയങ്കര എക്സ്പെൻസീവ് എന്നൊക്കെ നമുക്കങ്ങനെ എടുത്ത് പറയണമെങ്കിൽ സൂപ്പർ എക്സ്പെൻസീവ് എന്ന് പറയാം. വെരി ഇട്ടാലും അതേ അർത്ഥം തന്നെയാണ്. പക്ഷേ സംഭാഷണങ്ങളിൽ ഈ സൂപ്പർ എന്നൊക്കെ ഉപയോഗിക്കുന്നത് കുറച്ച് കൂടുതലായി അടുത്തായിട്ട്. ആൻഡ് ഇറ്റ് വാസ് സൂപ്പർ എക്സ്പെൻസീവ്. എക്സ്പെൻസീവ് എന്ന് വെച്ചാൽ നല്ല വില കൂടിയത്. ആൻഡ് ഇറ്റ് വാസ് സൂപ്പർ എക്സ്പെൻസീവ്. ഓക്കെ, നല്ല വില കൂടിയതായിരുന്നു. അപ്പോൾ ജീനോ പറയാം, എനിക്കറിയാം. എങ്ങനെ പറയാം? ഐ നോ, എനിക്കറിയാം. ഞാൻ ഇന്നേ അത് തിരിച്ചു കൊടുക്കാൻ പോവായിരുന്നു. അങ്ങനെ പറയാം, ഐ വാസ് ഗോയിങ് ടു റിട്ടേൺ ഇറ്റ്. തിരിച്ചു കൊടുക്കുക, റിട്ടേൺ ഇറ്റ് എന്ന് ടുഡേ. ഐ വാസ് ഗോയിങ് ടു റിട്ടേൺ ഇറ്റ് ടുഡേ. പക്ഷേ ഇപ്പം അത് പോയി. ബട്ട് നൗ ഇറ്റ്സ് ജസ്റ്റ് ഗോൺ. അത് പോയി. തിരിച്ചു കൊടുക്കാൻ പോവായിരുന്നു. അപ്പോഴും അങ്ങനെയാണ് അല്ലേ? എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യാൻ പോവുമായിരുന്നു എന്നൊക്കെ പറയില്ലേ, അവർക്ക് ഈ സെൻറ്റൻസ് ഭയങ്കര ഉപകാരം ഉണ്ടാവും. ഐ വാസ് ഗോയിങ് ടു റിട്ടേൺ ഇറ്റ് ടുഡേ. ഇന്നത് റിട്ടേൺ ചെയ്യാൻ പോവുമായിരുന്നു. ബട്ട് നൗ ഇറ്റ്സ് ജസ്റ്റ് ഗോൺ. ഇപ്പം അത് എവിടെയോ പോയി. അപ്പോൾ അലക്സ് ചോദിക്കുക, നീ എവിടെയാണ് അവസാനം കണ്ടത് അല്ലേ? എന്തെങ്കിലും പോയി എന്ന് പറഞ്ഞാൽ എവിടെയാണ് അവസാനം കണ്ടതല്ലേ ചോദിക്കുക. അങ്ങനെ പറയാം, എവിടെയാന്ന് പറയാൻ വേർ ഡിഡ് യു ലാസ്റ്റ് സീ ഇറ്റ്. എവിടെയാണത് അവസാനമായിട്ട് കണ്ടത്? വേർ ഡിഡ് യു ലാസ്റ്റ് സീ ഇറ്റ്. അവസാനമായിട്ട് കണ്ടത്, ലാസ്റ്റ് സീ ഇറ്റ്. അപ്പോൾ കണ്ടതെന്ന് പറയുമ്പോൾ സോ എന്താ വരാതിരുന്നത്? SAW പാസ്റ്റ് ടെൻസ് എന്താ വരാതിരുന്നത്? ഡിഡ് വന്നുണ്ട്. വേർ ഡിഡ് യു ലാസ്റ്റ് സോ ഇറ്റ് എന്ന് പറയരുത്, വേർ ഡിഡ് യു ലാസ്റ്റ് സീ ഇറ്റ്. ഈ ഡിഡ് ആ സെൻറ്റൻസിലുള്ളപ്പം വേർബ് പിന്നെ നമ്മൾ മാറ്റാൻ പാടില്ല. ബേസ് ഫോം സീ എന്ന് പറഞ്ഞാൽ സീ തന്നെ ഇടുക കേട്ടോ. എവിടെയാണ് അവസാനമായിട്ട് കണ്ടത്? അപ്പോൾ ജീനോ പറയാം, എൻ്റെ ബാക്ക് പാക്കിൽ അല്ലെങ്കിൽ എൻ്റെ ബാഗിൽ എന്നൊക്കെ പറയാം. ഇൻ മൈ ബാഗ്. എൻ്റെ ബാഗിലായിരുന്നു. ഇൻ മൈ ബാഗ്. സത്യമായിട്ടും ഇന്ന് രാവിലെ അതവിടെ ഉണ്ടായിരുന്നു, അവിടെ ബാഗിലുണ്ടായിരുന്നു. അങ്ങനെ പറയാം. സത്യമായിട്ടും എന്നൊക്കെ പറയണമെങ്കിൽ ഐ സ്വെയർ, അമ്മയാണ് സത്യം. ഐ സ്വെയർ അത് അവിടെ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ദേർ. എപ്പോൾ? ദിസ് മോർണിംഗ്. ഇന്ന് രാവിലെ എന്ന് പറയാൻ ദിസ് മോർണിംഗ്. ഐ സ്വെയർ ഇറ്റ് വാസ് ദേർ ദിസ് മോർണിംഗ്. പറഞ്ഞു നോക്കിയോക്കൂ. ഐ സ്വെയർ ഇറ്റ് വാസ് ദേർ ദിസ് മോർണിംഗ്. അപ്പോൾ സാം ചോദിക്കുക, എന്നിട്ട് ഇപ്പം എന്ത് പറ്റി? ആൻഡ് നൗ. ഇപ്പം എന്താ കാര്യം? ഇപ്പം എന്ത് പറ്റിയതിന്? ആൻഡ് നൗ. അപ്പോൾ ജീനോ പറയാം, കാണാനില്ല, അപ്രത്യക്ഷമായി. വാനിഷ്ഡ്. രാവിലെ അവിടെ ഉണ്ടായിരുന്ന സാധനമാണ് ഇപ്പോൾ വാനിഷ്ഡ് എന്ന് വെച്ചാൽ അപ്രത്യക്ഷമായി. അപ്പോൾ ഇനി പുസ്തകം തപ്പുന്ന കുറച്ച് കോൺവെർസേഷൻസ് കേൾക്കാം. അപ്പോൾ മിയ ചോദിക്കുകയാണ്, നീ നിൻ്റെ ടേബിൾ ചെക്ക് ചെയ്തോ? എന്ത് ചെയ്യുക? ഡിഡ് യു ചെക്ക് യുവർ ടേബിൾ? ടേബിളിൻ്റെ മുകളിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വെച്ചാൽ കാണില്ലല്ലോ. അപ്പോൾ മിയ ടേബിളിൻ്റെ മുകളിൽ ഉണ്ടായിരിക്കാം എന്നുള്ളൊരു ഇതിൽ ശുഭപ്രതീക്ഷയിൽ പറയാണ്, ടേബിൾ ചെക്ക് ചെയ്തോ? അപ്പോൾ ചെയ്തോ എന്ന് ചോദിക്കുക. അപ്പോൾ ഡിഡ് യു ചെക്ക് എന്ത്? യുവർ ടേബിൾ. ഡിഡ് യു ചെക്ക് യുവർ ടേബിൾ? അപ്പോൾ ജീനു എന്താ പറയണേ? 3 തവണ. അതിന് പറയാം 3 times. 3 തവണ എന്ന് പറയാൻ 3 times. അപ്പോൾ സാം ചോദിക്കുക, ക്ലാസ് റൂം നോക്കിയാ? അങ്ങനെ പറയാം, വാട്ട് അബൌട്ട് യുവർ ക്ലാസ് റൂം? അതിൻ്റെ കാര്യം എന്താ? നോക്കിയതാണോ? അവിടെയോ എന്നുള്ള അർത്ഥത്തിൽ വാട്ട് അബൌട്ട് യുവർ ക്ലാസ് റൂം? ഇപ്പോൾ ജീനു പറയാം, ഞാൻ എല്ലാ ഡെസ്കിൻ്റെ അടിയിലും നോക്കി, ഒന്നുമില്ല അവിടെ. അപ്പോൾ ഇങ്ങനെ പറയാം, ഞാൻ എല്ലാ ഡെസ്കിൻ്റെ അടിയിലും നോക്കി. ഐ ലുക്ക്ഡ്. എവിടെ? അടിയിൽ. അണ്ടർ ഓൾ ദ ഡെസ്ക്സ്. ഐ ലുക്ക്ഡ് അണ്ടർ ഓൾ ദ ഡെസ്ക്സ്. ഇല്ല, നത്തിങ്. ഒന്നുമില്ല, നത്തിങ്. അപ്പോൾ അലക്സ് ചോദിക്കാം, നമുക്കത് ഈ പോയ വഴിയൊക്കെ ഒന്ന് നോക്കി നോക്കാം. അങ്ങനെ പറയാം, ലെറ്റ്സ് റീട്രേസ് യുവർ സ്റ്റെപ്സ്. ട്രേസ് ചെയ്യാന്ന് പറയില്ലേ, എന്ന് വെച്ചാൽ ഇങ്ങനെ പോയി നോക്കുക ആ വഴി. അപ്പോൾ റീട്രേസ്, ആ പോണ വഴിയൊക്കെ നമുക്കൊന്ന് തിരിച്ച് പോയി നോക്കി നോക്കാം. ലെറ്റ്സ് റീട്രേസ് യുവർ സ്റ്റെപ്സ്. നീ എവിടെയൊന്ന് പോയത്? ഇനി പറയാം, എവിടെയെന്ന് പറഞ്ഞാൽ വേർ. ഇപ്പോൾ പോയത് കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ, അപ്പോൾ ഡിഡ് വേണം. വേർ ഡിഡ് യു ഗോ ടുഡേ? വേർ ഡിഡ് യു ഗോ ടുഡേ? എവിടെയാണ് പോയത് എന്ന്? വേർ ഡിഡ് യു ഗോ ടുഡേ? അപ്പോൾ ജിനോ പറയാം, ലൈബ്രറി, കഫേ, പാർക്കിൽ
പുറത്ത് അങ്ങനെയൊക്കെ. അപ്പോൾ ഇങ്ങനെ പറയാം ലൈബ്രറി, കഫേ, പാർക്ക്, ബെഞ്ച് ഔട്ട്സൈഡ് എന്നൊക്കെ പറയാം. അപ്പം മിയ ചോദിക്കുക, ഒരു മിനിറ്റ് വെയിറ്റ്, നീ എന്തിനാ അത് പാർക്കിലേക്ക് എടുത്തത്? അങ്ങനെ പറയാം. എന്ത് കാരണം കൊണ്ടാണ് നീ അത് പാർക്കിലേക്ക് എടുത്തത്? എന്തിനു വേണ്ടിയിട്ടാണ്? വൈ. അപ്പോൾ എടുത്തു, അപ്പോൾ പാസ്റ്റ് ടെൻസ്. അപ്പോൾ വൈ ഡിഡ് യു എന്താ ചെയ്തത്? ടേക്ക് ഇറ്റ്, എടുത്തുകൊണ്ട് പോവുക. എങ്ങോട്ട്? ടു ദ പാർക്ക്. വൈ ഡിഡ് യു ടേക്ക് ഇറ്റ് ടു ദ പാർക്ക്? അപ്പോൾ ജിനോ പറയാം, ഞാനത് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പോൾ ക്ലാസ് തുടങ്ങിയിട്ടില്ല, അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനത് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ വാസ് റീഡിങ് ഇറ്റ് വൈൽ വെയിറ്റിംഗ് ഫോർ ദ ക്ലാസ്. ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഞാനത് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ വാസ് റീഡിങ് ഇറ്റ്, ഞാനത് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ വാസ് റീഡിങ് ഇറ്റ് എപ്പോൾ? വൈൽ വെയിറ്റിംഗ് ഫോർ ദ ക്ലാസ്. അപ്പോൾ സാം ചോദിക്കാം, അതാവണത്. ദാറ്റ് മൈറ്റ് ബി ഇറ്റ്. അത് തന്നെയാവണത്. ദാറ്റ് മൈറ്റ് ബി ഇറ്റ്. നീ അവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ടാവാം. മേ ബി എന്നുവെച്ചാൽ ഒരു പക്ഷേ നീ അവിടെ ഇട്ടിട്ടുണ്ടാവാം. യു ലെഫ്റ്റ് ഇറ്റ് ദെയർ, ആയിരിക്കാം അല്ലേ? മേ ബി യു ലെഫ്റ്റ് ഇറ്റ് ദെയർ. ഒരു പക്ഷേ നീ അവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ടാവാം. മേ ബി യു ലെഫ്റ്റ് ഇറ്റ് ദെയർ. യു ഫോർഗോട്ട് ഇറ്റ് ദെയർ എന്ന് പറയില്ല. ടു ലീവ് സംതിങ്, അവിടെ ഇട്ടിട്ട് ഉപേക്ഷിച്ച് വരിക. ഓക്കെ, അപ്പോൾ യു ലെഫ്റ്റ് ഇറ്റ് ദെയർ. ഉപേക്ഷിക്കുക എന്ന് വെച്ചാൽ മനഃപൂർവ്വം അല്ല, അബദ്ധം പറ്റിപ്പോയതാണ് കേട്ടോ. അപ്പോൾ ജിനോ പറയണ, ഞാൻ നോക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നു, പക്ഷേ കണ്ടില്ല. അപ്പോൾ ആരെങ്കിലും എടുത്തിട്ടുണ്ടാവണം. അങ്ങനെ പറയാം. ഞാൻ ഓടിപ്പോയി ചെക്ക് ചെയ്തു, പരിശോധിച്ചു. ഐ റാൻ ബാക്ക് ടു ചെക്ക്. അവിടെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓടി, പക്ഷേ വേറെ ആരെങ്കിലും ഇത് എടുത്തിട്ടുണ്ടാവണം. അങ്ങനെ പറയാം. സംവൺ മസ്റ്റ് ഹാവ് ടേക്കൺ ഇറ്റ്. ഇങ്ങനൊരു കാര്യം നടന്നിരിക്കണം, സംഭവിച്ചിട്ടുണ്ടാവണം എന്നൊക്കെ രീതിയിൽ പറയണത്. ബട്ട് സംവൺ, ആരെങ്കിലും അത് എടുത്തിട്ടുണ്ടാവണം. സംവൺ മസ്റ്റ് ഹാവ് ടേക്കൺ ഇറ്റ്. ഐ റാൻ ബാക്ക് ടു ചെക്ക് ബട്ട് സംവൺ മസ്റ്റ് ഹാവ് ടേക്കൺ ഇറ്റ്. അപ്പം മിയയുടെ പുസ്തകമാണ്. അപ്പം മിയക്ക് ദേഷ്യം പിടിച്ചു. കൊള്ളാം, ഗ്രേറ്റ്. ഇനിയിപ്പോൾ എന്താ? അങ്ങനെ നൗ വാട്ട്, നൗ വാട്ട്, ഇനി എന്താ? നൗ വാട്ട്. അപ്പം അലക്സ് പറയാം, ചിലപ്പോൾ ആരെങ്കിലും ഇത് ലോസ്റ്റ് ആൻഡ് ഫൗണ്ടിൽ കൊടുത്തിട്ടുണ്ടെങ്കിലോ? ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് പൊതുവെ ഒരു ബോക്സൊക്കെ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ഉണ്ടാവുമല്ലോ, എന്തെങ്കിലും കിട്ടിയിട്ട് ആരുടെയാണെന്ന് അറിയാത്ത പെട്ട് വയ്ക്കാനുള്ള പെട്ടി. അപ്പോൾ അതിലെങ്ങാനും ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടെങ്കിലോ എന്ന് ചോദിക്കുന്നത്. മേ ബി, ഒരു പക്ഷേ. ഇതുണ്ടോ? മേ ബി, രണ്ട് വാക്കല്ല കേട്ടോ. മേ ബി, ഒരു പക്ഷേ എന്ന് പറയാൻ ഒറ്റ വാക്കാണ്. മേ ബി ആരെങ്കിലും അത് ആ ലോസ്റ്റ് ആൻഡ് ഫൗണ്ടിൽ കൊടുത്തിട്ടുണ്ടാവാം. മേ ബി സംവൺ ടേൺഡ് ഇറ്റ് ഇൻ ടു ലോസ്റ്റ് ആൻഡ് ഫൗണ്ട്. അങ്ങനെ രീതിയിൽ നമുക്ക് പറയും. സംവൺ റിട്ടേൺഡ് ഇറ്റ് ടു ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ടേൺഡ് ഇറ്റ് ഇൻ ടു ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് എന്നും പറയാം. അപ്പോൾ സംവൺ, മേ ബി സംവൺ ടേൺഡ് ഇറ്റ് ഇൻ ടു ലോസ്റ്റ് ആൻഡ് ഫൗണ്ട്. അപ്പോൾ ജിനോ പറയാണ്, അവിടേക്കാണ് ഞാൻ അടുത്തായിട്ട് പോണേ. ദാറ്റ്സ് മൈ നെക്സ്റ്റ് സ്റ്റോപ്പ്. ഞാൻ അടുത്തതായിട്ട് അവിടേക്കാണ് പോണത്. ദാറ്റ്സ്, അവിടെയാണ്. ദാറ്റ് ഇസ് എന്നാണ്, അതാണ് ചുരുക്കിയിട്ട്. ദാറ്റ്സ് മൈ നെക്സ്റ്റ് സ്റ്റോപ്പ്. എൻ്റെ അടുത്ത സ്റ്റോപ്പ് അവിടെയാണ്. അപ്പോൾ ഞാൻ അടുത്തായിട്ട് അവിടെയാണ് പോകാൻ നോക്കണമെന്നൊക്കെ മലയാളത്തിൽ പറയുള്ളൂ. പക്ഷേ ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ദാറ്റ്സ് മൈ നെക്സ്റ്റ് സ്റ്റോപ്പ്. അപ്പോൾ ഇനി അവിടെ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് ഡെസ്കിൽ പോവാം. അപ്പോൾ ജിനോ പറയാം അവിടെ ആളെടുത്ത്, എക്സ്ക്യൂസ് മീ, ആരെങ്കിലും ഒരു പുസ്തകം ഒന്ന് റിട്ടേൺ ചെയ്തിരുന്നോ? ഇങ്ങനെ പറയാം. എന്തെങ്കിലും ഒരു പരിപാടി ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ഡിഡ് എനി വൺ, ആരെങ്കിലും, ഡിഡ് എനി വൺ എന്ത് ചെയ്തോ? റിട്ടേൺ എന്ത്? എ ബുക്ക് എന്ന് ടുഡേ. ഡിഡ് എനി വൺ റിട്ടേൺ എ ബുക്ക് ടുഡേ? ഡിഡ് എനി വൺ റിട്ടേൺ എ ബുക്ക് ടുഡേ? ഇപ്പോൾ റിസപ്ഷനിസ്റ്റ് പറയാണ് അവിടുത്തെ, എന്ത് തരം പുസ്തകം? അങ്ങനെ പറയാം. വാട്ട് കൈൻഡ് ഓഫ് ബുക്ക്? വാട്ട് കൈൻഡ് ഓഫ് ബുക്ക്? വാട്ട് കൈൻഡ് ഓഫ് ബുക്ക് അങ്ങനെ പറയുള്ളൂ. നമ്മൾ ഓരോന്ന് എടുത്തെടുത്ത് പഠിക്കുമ്പോൾ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എൻ്റെ കൂടെ പറയണം കേട്ടോ. വാട്ട് കൈൻഡ് ഓഫ് ബുക്ക്? എന്ത് തരം പുസ്തകം? അങ്ങനെ പുസ്തകം റിട്ടേൺ ചെയ്തോന്ന് ചോദിച്ചാൽ എന്ത് പുസ്തകം എന്ന് അറിയണ്ടേ? അപ്പോൾ അത് ചോദിച്ചു. അപ്പോൾ ജിനോ പറയാം, ഒരു നല്ല കട്ടിയുള്ള ഒരു വില കൂടി ഒരെണ്ണം. എ റിയലി തിക്ക് എക്സ്പെൻസീവ് വൺ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞൊരു പുസ്തകം തിരിച്ചിട്ടോ. പക്ഷേ ജിനോ അങ്ങനെ പറഞ്ഞേ, റിയലി തിക്ക്, നല്ല കട്ടിയുള്ള എക്സ്പെൻസീവ് വൺ, നല്ല വില കൂടി ഒരെണ്ണം. അപ്പോൾ റിസപ്ഷനിസ്റ്റ് പറയാം, അങ്ങനെ പറഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവില്ല. അപ്പോൾ അങ്ങനെ പറയാം, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എന്ന് പറയാം. അല്ലെങ്കിൽ ഈ വിവരണം വെച്ചിട്ട് ഏത് പുസ്തകമാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്ന് സിമ്പിളായിട്ട് പറയണമെങ്കിൽ
ദാറ്റ് ഡസൻ നാരോ ഇറ്റ് ഡൗൺ. അല്ലേ, നാരോ സംതിങ് ഡൗൺ എന്ന് വെച്ചാൽ ഇങ്ങനെ ചുരുക്കി കൊണ്ടുവരിക. അപ്പോൾ ഉള്ള പുസ്തകങ്ങളൊക്കെ വെച്ചിട്ട് ഇയാളുടെ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് കൃത്യമായിട്ട് അത് നാരോ ഡൗൺ ചെയ്യാൻ പറ്റുന്നില്ല. എന്നുവെച്ചാൽ ആ കൃത്യമായ പുസ്തകത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പോൾ ദാറ്റ് ഡസൻ നാരോ ഇറ്റ് ഡൗൺ. നീ പറഞ്ഞ എക്സ്പ്ലനേഷൻ ഒന്നും വെച്ചിട്ട് ഏത് പുസ്തകമാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ദാറ്റ് ഡസൻറ്റ് നാരോ ഇറ്റ് ഡൗൺ. അപ്പം മിയ പറയാം, മിയയ്ക്ക് മിയയുടെ പുസ്തകത്തിൻ്റെ പേരറിയാം. അതിൻ്റെ പേര് ദ ഹിസ്റ്ററി ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് എന്നാണ്. ഇറ്റ്സ് കോൾഡ്, പുസ്തകത്തിൻ്റെ പേര് പറയാം, അതിൻ്റെ പേര് എങ്ങനെയാണ്? ഇറ്റ്സ് കോൾഡ് ദ ഹിസ്റ്ററി ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്. ഓക്കെ, ദ ഹിസ്റ്ററി ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്. അപ്പോൾ റിസപ്ഷനിസ്റ്റ് പേര് പറഞ്ഞപ്പോൾ അങ്ങനത്തെ ഒരു പുസ്തകം ഉണ്ടോയെന്ന് ഇല്ലയോന്ന് അറിയാലോ. അപ്പോൾ റിസപ്ഷനിസ്റ്റ് പറയാം, അയ്യോ സോറി, അങ്ങനത്തെ ഒന്നുമില്ല ഇവിടെ. ഓ നോ സോറി, നത്തിങ് ലൈക്ക് ദാറ്റ്. അങ്ങനത്തെ ഒരു പേരൊരു പുസ്തകം ഇവിടെ ഇല്ല, നത്തിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ അലക്സ് പറയാണ്, ആരുടെയെങ്കിലും ഒന്ന് ചോദിച്ചാലോ, ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടാവാം, ആരുടെയെങ്കിലും ഒന്ന് ചോദിക്കാം, നമുക്ക് അങ്ങനെ ചെയ്യാം, ആരുടെയെങ്കിലും ഒന്ന് ചോദിക്കാം, അങ്ങനെ പറയാം. മേ ബി, ഈ മേ ബി എങ്ങനെ ഇത്രയധികം വരണേ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മളൊരിക്കലും ഇന്നൊരു കാര്യം ചെയ്യാമെന്ന് അല്ലെങ്കിൽ ചെയ്യണമെന്ന് നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ പോലത്തെ ആൾക്കാരുടെ അടുത്ത് അങ്ങനെ അങ്ങോട്ട് ചെയ്യാം അങ്ങനെ പറയില്ല. ഇപ്പോൾ അലക്സിൻ്റെ എല്ലാ പുസ്തകം കാണാതായത്, പക്ഷേ ഒരു സജഷൻ കൊടുക്കുമ്പോൾ നമ്മളെപ്പോഴും ഒരു മേ ബി ആദ്യം വെച്ചാൽ നമ്മളങ്ങനെ പുഷ് ചെയ്യുന്നല്ല എന്നും തോന്നും. നമ്മളങ്ങനെ പുഷ് ചെയ്യാൻ പാടില്ല. ആരുടെയെങ്കിലും ഒന്ന് ചോദിക്കുക എന്ന് നമ്മൾ ചിലപ്പോൾ പറയും അല്ലേ. പക്ഷേ അതൊരു എന്താ പറയുക, നമ്മളങ്ങനെ അങ്ങോട്ട് പറയാൻ ആളല്ല അല്ലേ. ഇതിൻ്റെ ഉത്തരവാദിത്തമായ ആൾക്കാർ വേറെ ഉണ്ട്. അപ്പോൾ നമ്മളൊരു അഭിപ്രായം പറയുമ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ ചെയ്താൽ കൊള്ളാം എന്നുള്ള രീതിയിലേ പറയൂ ഇംഗ്ലീഷിൽ. ഇത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് കൂടെ ഞാൻ പറഞ്ഞുതരാം. ഓരോ ഭാഷയ്ക്കും അത് പറയേണ്ടതായ രീതിയുണ്ട്. ഇപ്പം നമ്മൾ മലയാളം പറയണ അതേ സെൻറ്റൻസസ് ഇംഗ്ലണ്ടിൽ അല്ലെങ്കിൽ UK പോയിട്ട് അവിടുത്തെ ആൾക്കാരുടെ അതേ ശൈലിയിൽ പറഞ്ഞാൽ അവിടുത്തെ ആൾക്കാർക്ക് നമ്മൾ കുറച്ച് ബോസിയാണെന്നോ അല്ലെങ്കിൽ പുഷിയാണെന്നൊക്കെ തോന്നും. നമ്മുടെ കൾച്ചറിൽ ഇങ്ങനെ പറയുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ചില കൾച്ചേഴ്സിൽ നമ്മൾ അങ്ങനെ പറഞ്ഞാൽ അത് ഭയങ്കര ഒരു പുഷി എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ നിർബന്ധിക്കുന്ന പോലെ തോന്നും. അതുകൊണ്ടാണ് എല്ലായ്പ്പോഴും ഈ സെൻറ്റൻസുകളുടെ എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ചെയ്താലോ എന്നൊക്കെ പറയുമ്പോൾ മേ ബി ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്നുള്ളൊരു അർത്ഥം വരാൻ വേണ്ടിയിട്ടാണത് മേ ബി കേട്ടോ. ഒരു പക്ഷേ എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കുന്നത്. മേ ബി ചുറ്റുള്ളത് ചോദിച്ചാലോ എന്ന് പറയാൻ ആസ്ക് അറൗണ്ട്, അതാണ് ആസ്ക് അറൗണ്ട്. ചുറ്റും വി ക്യാൻ ആസ്ക് എവ്രി വൺ വി സി എന്നൊക്കെ അങ്ങനെയൊന്നും പറയണ്ട. മേ ബി ആസ്ക് അറൗണ്ട്, ചുറ്റുമുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചാലോ, മേ ബി ആസ്ക് അറൗണ്ട്. ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടാവാം. സംവൺ, ആരെങ്കിലും, സംവൺ മൈറ്റ് ഹാവ് സീൻ ഇറ്റ്, ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടാവാം. സംവൺ മൈറ്റ് ഹാവ് സീൻ ഇറ്റ്, സംവൺ മൈറ്റ് ഹാവ് സീൻ ഇറ്റ് അല്ലേ, ആരെങ്കിലും കണ്ടിട്ടുണ്ടാവാം. അപ്പോൾ ഇനി ചോദിക്കുക എല്ലായിടത്തും. നമുക്ക് ലൈബ്രറീൻ്റെ അടുത്ത് ചോദിച്ചാലോ, ആരെങ്കിലും ഇത് റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിലോ. ഇപ്പോൾ ലൈബ്രറിയുടെ പുസ്തകങ്ങളൊക്കെ സീൽ ഉണ്ടാവില്ല ലൈബ്രറിയുടെ. അപ്പോൾ സാം പറയാം, നമുക്ക് ലൈബ്രറിൻ്റെ അടുത്ത് ലൈബ്രറിയൻ അയാളുടെ അടുത്ത് ചോദിച്ചാലോ. ലെറ്റ്സ് ചെക്ക് വിത്ത് സംവൺ. ആരെടുത്താ? ലെറ്റ്സ് ചെക്ക് വിത്ത് ദ ലൈബ്രറിയൻ. ലെറ്റ്സ് ചെക്ക് വിത്ത് ദ ലൈബ്രറിയൻ. ആരെങ്കിലും റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിലോ. മേ ബി, ഒരു പക്ഷേ, സംവൺ റിട്ടേൺഡ് ഇറ്റ് ദെയർ. മേ ബി സംവൺ റിട്ടേൺഡ് ഇറ്റ് ദെയർ. ആരെങ്കിലും അവിടെ തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലോ. ഇപ്പോൾ ഗേവ് ഇറ്റ് ബാക്ക് എന്നൊന്നും അങ്ങനെ പറയാൻ നിൽക്കരുത്. റിട്ടേൺ, എല്ലാത്തിനും അതിൻ്റെതായ ഒരു നല്ല വാക്കുകൾ പഠിച്ചു വെച്ചാൽ സംഭാഷണത്തിൽ നല്ല ഐശ്വര്യമായിട്ട് അങ്ങോട്ട് ഉപയോഗിക്കാം അല്ലേ. മേ ബി, ഒരു പക്ഷേ, സംവൺ റിട്ടേൺഡ് ഇറ്റ് ദെയർ. അപ്പോൾ ജീനോ പറയാം, ഒരു നല്ലൊരു ഐഡിയ ആണ്, പരീക്ഷിക്കാവുന്നതാണ്. അപ്പം എങ്ങനെ പറയാം? വർത്ത് എ ഷോട്ട്. നല്ലൊരു ഐഡിയ ആണ്, പരീക്ഷിക്കാവുന്നതാണെന്ന് പറയണമെങ്കിൽ ഇംഗ്ലീഷിൽ ഈ ഫ്രേസ് മതി. വർത്ത് എ ഷോട്ട്, ഒന്ന് പരീക്ഷിക്കാവുന്നതാണ്. വർത്ത് എ ഷോട്ട്. അപ്പോൾ ലൈബ്രറിയൻ്റെ അടുത്ത് പോവാം. ലൈബ്രറിയൻ പറയാം, ബുക്ക് നഷ്ടപ്പെട്ടോ? ലോസ്റ്റ് എ ബുക്ക്. അപ്പോൾ ഡിഡ് യു ലൂസ് എ ബുക്ക് എന്നാണ് ഒറിജിനൽ സെൻറ്റൻസ്. അപ്പോൾ ഡിഡ് അവിടെ ഉപയോഗിക്കാതെ നമുക്ക് ലോസ്റ്റ് എ ബുക്ക് ആ രീതിയിൽ ചോദിക്കാം. വരുന്ന കണ്ടപ്പോൾ തന്നെ ലൈബ്രറിയന് മനസ്സിലായി, എല്ലാവരും കൂടെ പടയായിട്ട് വരുമ്പോഴേ. അപ്പോൾ ജീനോ പറയാം, അതെ, യെസ്, ലൈബ്രറിയുടെ ആണ് ആ പുസ്തകം. ഇറ്റ് ബിലോങ്സ് ടു ദ ലൈബ്രറി ആക്ച്വലി. ഈ ജീനോ ഒരു ഇത്തിരി എന്താ പറയുക, കാര്യങ്ങളങ്ങനെ ഗ്രഹിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു അല്ലേ. ലൈബ്രറിയുടെ പുസ്തകമാണെങ്കിലല്ലേ ലൈബ്രറി പോയിട്ട് അന്വേഷിക്കാൻ നിൽക്കുള്ളൂ. ബിലോങ് ചെയ്യാന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് ആ ഒരു ആളുടെ ആവുക. ഇതിപ്പോൾ ലൈബ്രറിയുടെ. ഇറ്റ് ബിലോങ്സ് ടു ദ ലൈബ്രറി. അപ്പോൾ ലൈബ്രറിയൻ പറയാം, ബുക്കിന് നമ്പർ ഉണ്ടോ എന്ന് പറയും. ഡു യു ഹാവ് ദ ബുക്ക് നമ്പർ? കേട്ടോ, ഇങ്ങനെ ഉണ്ടോ ചോദിക്കണമെങ്കിൽ ഡു യു ഹാവ്
ഡു യു ഹാവ് എ ക്യാറ്റ്? ഒരു പൂച്ചയുണ്ടോ എന്നൊക്കെ പറയുന്ന മാതിരി. ഇവിടെ പൂച്ചയല്ല, ബുക്ക് നമ്പർ. അപ്പോൾ ഡു യു ഹാവ് ദ ബുക്ക് നമ്പർ? എന്താണ് ഡിഡ് യു ഹാവ് എന്ന് പറയാതിരുന്ന അവിടെ? ഡിഡ് യു ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യമല്ല, ഇപ്പോൾ ഉണ്ടോയെന്ന്. ഡു യു ഹാവ് ദ ബുക്ക് നമ്പർ അല്ലെങ്കിൽ ദ നമ്പർ ഓഫ് ദ ബുക്ക് എന്നൊക്കെ പറയാം. അപ്പോൾ മിയ പറയാം, ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട്, ഇതാ ഐ റോട്ട് ഇറ്റ് ഡൗൺ ഹിയർ. ഹിയർ എന്ന് വെച്ചിട്ട് കൊടുക്കുക കേട്ടോ. ആ ഒറ്റ സെൻറ്റൻസ് അല്ല, ഐ റോട്ട് ഇറ്റ് ഡൗൺ, അതാണ് സെൻറ്റൻസ്. ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട്, ഐ റോട്ട് ഇറ്റ് ഡൗൺ ഹിയർ, ഇതാന്നിട്ട് കൊടുക്കുക. അപ്പോൾ ലൈബ്രറിയൻ, ഇല്ല, ആരും ഇത് റിട്ടേൺ ചെയ്തിട്ടില്ല. ഇന്ന് ആരും അത് റിട്ടേൺ ചെയ്തിട്ടില്ല. നോ വൺ ഹാസ് റിട്ടേൺഡ് ദിസ് ബുക്ക്. നോ വൺ, ആരും, രണ്ട് വാക്കാണേ. നോ വൺ ഒറ്റ വാക്കല്ല. നോ വൺ ഹാസ് റിട്ടേൺഡ് ദിസ് ബുക്ക്. ഈ പുസ്തകം ഇന്ന് ആരും റിട്ടേൺ ചെയ്തിട്ടില്ല. നോ വൺ ഹാസ് റിട്ടേൺഡ് ദിസ് ബുക്ക് ഇന്ന് ടുഡേ, അല്ലെങ്കിൽ ദിസ് ബുക്ക് എന്ന് വേണ്ട, ദിസ് മതി. നോ വൺ ഹാസ് റിട്ടേൺഡ് ദിസ് ടുഡേ. അപ്പോൾ ജീന പറയാം, ഈ ലോകം മുഴുവൻ എനിക്കെതിരെയാന്ന് തോന്നുന്നത്, എത്ര അന്വേഷണം കിട്ടുന്നില്ലല്ലോ. ഐ തിങ്ക് ദ യൂണിവേഴ്സ് ഇസ് അഗെയിൻസ്റ്റ് മീ. അങ്ങനെ പറയില്ല നമ്മൾ, എല്ലാം എനിക്കെതിരെയാന്ന് തോന്നുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നത് ദ യൂണിവേഴ്സ് ഇസ് അഗെയിൻസ്റ്റ് മീ, എനിക്കെതിരെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇനി അലക്സ് പറയാണ്, നമുക്ക് ഓൺലൈൻ ഒന്ന് പോസ്റ്റ് ഇട്ടാലോ? അലക്സ് എപ്പോഴും ഇങ്ങനെ ഐഡിയ കൊണ്ട് വരും, അങ്ങനെ ചെയ്താലോ? അപ്പോൾ വേണമെങ്കിൽ മേ ബി വി ക്യാൻ ഡൂ ദിസ് എന്നുള്ള രീതിയിൽ പറയാം. ഇവിടെ നമ്മൾ ചെയ്താൽ എന്താവും സംഭവിക്കുക എന്ന് പറയണമെങ്കിൽ വാട്ട് ഇഫ് അങ്ങനെ ചെയ്താൽ എന്താ സംഭവിക്കുക? വാട്ട് ഇഫ് എന്ത് ചെയ്താൽ? വി പോസ്റ്റ് അബൌട്ട് ഇറ്റ്, നമ്മൾ അതിനെക്കുറിച്ച് പോസ്റ്റ് ഇടുക ഓൺലൈൻ. വാട്ട് ഇഫ് വി പോസ്റ്റ് അബൌട്ട് ഇറ്റ് ഓൺലൈൻ? വാട്ട് ഇഫ് ഇങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും? അതാണ് വാട്ട് ഇഫ് വി പോസ്റ്റ് അബൌട്ട് ഇറ്റ് ഓൺലൈനിൽ ഇതിനെക്കുറിച്ചൊരു പോസ്റ്റ് ഇട്ടാലോ? അപ്പോൾ ജിനോ പറയാം, നല്ല ഐഡിയ, നമുക്ക് ഗ്രൂപ്പ് ചാറ്റിലിടാം. ഗുഡ് ഐഡിയ, ഐ വിൽ പുട്ട് ഇറ്റ് ഇൻ ദ ഗ്രൂപ്പ് ചാറ്റ്. പിള്ളേരൊക്കെ ഉള്ള ഗ്രൂപ്പ് ചാറ്റ് ഉണ്ടായിരിക്കും, ഒരു ഗ്രൂപ്പ്. അപ്പോൾ ഗുഡ് ഐഡിയ, ഐ വിൽ പുട്ട് ഇറ്റ് ഇൻ ദ ഗ്രൂപ്പ് ചാറ്റ്. അപ്പോൾ മിയ പറയാം, അർജൻറ്റാണെന്ന് പറയണമെന്ന് വെച്ചാൽ അവളങ്ങനെ റിക്വസ്റ്റ് ചെയ്യില്ല, പറയണമെന്ന് പറയാം. അവളുടെ പുസ്തകമാണ് പോയിട്ടുള്ളത്. അപ്പോൾ മിയ, സേ ഇറ്റ്സ് ഏർജൻറ്റ് ആണെന്ന് പറയും. സേ ഇറ്റ്സ് ഏർജൻറ്റ് വേണം. ബാക്കിയുള്ളവർ സജസ്റ്റ് ചെയ്യുമ്പോൾ മേ ബി വി ക്യാൻ ഡു ദിസ്, വാട്ട് ഇഫ് വി സേ ലൈക്ക് ദിസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. പക്ഷേ മിയ സ്വന്തം കാര്യമായതുകൊണ്ട്, പുസ്തകം പോയാൽ എക്സ്പെൻസീവ് പുസ്തകമാണ്, അതുകൊണ്ട് തന്നെ അവൾ ഇത്തിരി ഒരു സ്ട്രിക്റ്റാണ്. അങ്ങനെ പറയും എന്നാണ് പറയണേ, സേ ഇറ്റ്സ് ഏർജൻറ്റ്. പക്ഷേ സാധാരണ കേസിൽ നമ്മളിങ്ങനെ സംസാരിക്കില്ല. ഇതിപ്പം മിയക്ക് ഇങ്ങനെ സംസാരിക്കാൻ വകുപ്പുണ്ട് അല്ലേ? നിങ്ങളങ്ങനെ സംസാരിക്കുമോ? നിങ്ങളുടെ എന്തെങ്കിലും വില കൂടിയൊരു സാധനം ആരെങ്കിലും കൊണ്ടുപോയി കളഞ്ഞാൽ പറയുമോ താഴെ? അറിയാനൊരു ആഗ്രഹം. ഞാൻ ചിലപ്പോൾ പറഞ്ഞു തരും. എസ്പെഷ്യലി ഇങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ നമ്മളൊരു വിശ്വാസത്തിന് പുറത്ത് കൊടുക്കണമല്ലേ. ചില പിള്ളേരുണ്ട്, അയ്യോ, ഒരു കെയർലെസ്നെസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അറ്റത്തുള്ളതാണ്. അങ്ങനെയൊക്കെ ചില പിള്ളേരൊക്കെ ഞാൻ കണ്ടതിന് കൊടുക്കുന്നതിനുള്ള എന്താ പറയുക, നല്ല കുട്ടികൾക്ക് പോലും പുസ്തകം കൊടുക്കാനുള്ള അത് കുറയും നമുക്ക്. എനിവേ, സാം പറയാണ്, എന്തെങ്കിലും ഒരു പാരിതോഷികം എന്താ പറയുക, അതൊന്ന് പ്രഖ്യാപിക്കാം, അതിനെക്കുറിച്ചൊന്ന് പരാമർശിക്കാം, ഒരു പാരിതോഷികം കൊടുക്കാം. നമ്മളിപ്പോൾ ഒന്നും പാരിതോഷികം എന്ന വാക്കൊന്നും ഉപയോഗിക്കില്ല അല്ലേ? റിവാർഡ് ആൻഡ് മെൻഷൻ എ റിവാർഡ്. തിരിച്ച് കിട്ടിയാലേ എന്തെങ്കിലും ഒന്ന് കൊടുക്കാന്നുള്ള കാര്യം കൂടെ മെൻഷൻ ചെയ്തോ. ആൻഡ് മെൻഷൻ എ റിവാർഡ്. അപ്പോൾ ജിനോ, റിവാർഡ്? അപ്പോൾ സാം പറയാം, എന്തെങ്കിലും കാശിൻ്റെ കാര്യമൊക്കെ പറഞ്ഞാൽ ആൾക്കാരത് പെട്ടെന്ന് റിട്ടേൺ ചെയ്യുന്നേ. എങ്ങനെ പറയാം? പീപ്പിൾ റിട്ടേൺ തിങ്സ് ഫാസ്റ്റർ അല്ലേ? സാധാരണ ഇപ്പോൾ ഇന്ന് സാധനം കയ്യിലുണ്ടെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കാം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ എന്തെങ്കിലും കാശ് കിട്ടുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ റിവാർഡൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പറയും? ഇപ്പം തന്നെ കൊണ്ട് കൊടുക്കാമെന്ന്. അപ്പോൾ പീപ്പിൾ റിട്ടേൺ തിങ്സ് ഫാസ്റ്റർ, സാധാരണയുള്ളേക്കാളും ഫാസ്റ്റായിട്ട്. അപ്പോൾ ഫാസ്റ്റർ എപ്പോൾ? ഇഫ് ദർ ഇസ് മണി ഇൻവോൾവ്ഡ്. മണി അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പീപ്പിൾ റിട്ടേൺ തിങ്സ് ഫാസ്റ്റർ. അപ്പോൾ ജിനോ, ഓക്കെ, എന്നൊരു 5 രൂപ വയ്ക്കാം. ഫൈൻ $5. ഇപ്പോൾ 5 രൂപ നമ്മുടെ ഇതിൽ രൂപ എന്ന് പറയുമ്പോൾ US ആണെങ്കിൽ ഡോളേഴ്സ് എന്ന് പറയാം അല്ലേ? അങ്ങനെ. അപ്പോൾ മിയ പറയാം 10. അപ്പോൾ നമ്മൾ 5 രൂപയെന്ന് വെച്ചാൽ ആരും റിട്ടേൺ ചെയ്യില്ല, ഒരു 500 കൊടുക്കണം. മിയ 10 ആക്കത് 5 എന്ന് പറഞ്ഞാൽ 10 ആക്കടാ അത് അങ്ങനെ പറയും. മേക്ക് ഇറ്റ് 10. അപ്പോൾ ജിനോ, ഇത് പിടിച്ചോറിയാണല്ലോ എന്ന് പറയില്ലേ? പിടിച്ചോറി ദിസ് ഈസ് ഹൈവേ റോബറി.
എന്നുവെച്ചാൽ നമ്മൾ ഈ വണ്ടിയൊക്കെ പോകുമ്പോൾ നിർത്തിയിട്ട് നമ്മൾ ഉള്ള സാധനങ്ങളൊക്കെ ഞാനല്ല ചില ആൾക്കാരെടുക്കില്ലേ, നമ്മൾ ചെയ്യുന്നു പറഞ്ഞപ്പോഴേ ആരെങ്കിലുമൊക്കെ ചോദിച്ചാൽ ഞാനങ്ങനെ ചെയ്യാറില്ല, ടീച്ചർ അങ്ങനെ ചെയ്യണ്ട, ഒന്നും തന്നെ ഞാനും ചെയ്യാറില്ല. ആരെങ്കിലുമൊക്കെ നമ്മുടെ ഈ ഹൈവേന്നൊക്കെ പിടിച്ച്, അതൊക്കെ ഈ US വളരെ കോമണാണ് ഇങ്ങനെ കത്തി കുത്തിയാൽ. നമ്മുടെ ഇവിടെ ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോഴൊക്കെ കുറേ കത്തി കാണിച്ച് പേടിപ്പിച്ച് കാശെടുക്കുന്നു എന്നൊക്കെ കേൾക്കാറില്ലേ. അപ്പോൾ ഇതാണ് ഹൈവേ റോബറി. അപ്പോൾ ഈ മിയ 5 എന്ന് പറയുന്നത് 10 ആക്കാൻ പറഞ്ഞപ്പോൾ ജിനോ പറയാം അത് ഹൈവേ റോബറിയാണ് കേട്ടോ, പിടിച്ചു പറയാണ് കേട്ടോ അത്. അപ്പോൾ സാം പറയാം 20,000 രൂപയുടെ ഒരു പുസ്തകം നഷ്ടപ്പെടുത്തിയ ആളാണ് ഈ പറയണത്. അവനാണ് ഒരു $20 അല്ലെങ്കിൽ ഒരു 200 രൂപയോ ഒരു റിവാർഡ് കൊടുക്കാൻ ഇത്ര ബുദ്ധിമുട്ട്. ആരാണ്? 20,000 രൂപയുടെ പുസ്തകം നഷ്ടപ്പെടുത്തിയ മനുഷ്യനാണ്. സേസ് ദ ഗായ് ഹു ലോസ്റ്റ് എ 20,000 rupee ബുക്ക്. 20,000 രൂപയുടെ പുസ്തകം നഷ്ടപ്പെടുത്തിയ ഒരാളാണ് ഈ പറയണത്. സേസ് ദ ഗായ് ഹു ലോസ്റ്റ് 20,000 rupee ബുക്ക്. അത് ന്യായം എന്ന് പറയില്ലേ, ഫെയർ പോയിൻറ്റ്. ന്യായം, ഫെയർ പോയിൻറ്റ്, അത് ന്യായം. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പുസ്തകം കിട്ടണ്ടേ. അപ്പോൾ അലക്സ് നോക്കിയിട്ട് പറയാണ്, നോക്കി ഒരാൾ റിപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ, ലുക്ക് സമ്മൺ റിപ്ലൈഡ്, ആരോ റിപ്ലൈ ചെയ്തിട്ടുണ്ട്, നമ്മൾ ആ ഗ്രൂപ്പിലിട്ടില്ലേ. അപ്പോൾ ജിനോ പറയാം, ഹേ ഐ സോ എ ബുക്ക് നിയർ ദ ബെഞ്ചസ്, സമ്മൺ പിക്ഡ് ഇറ്റ് അപ്പ് എന്നാണ് ആ മെസ്സേജ്. എന്താ മെസ്സേജ്? ഞാൻ ഒരു പുസ്തകം ബെഞ്ചിൻ്റെ അടുത്ത് കണ്ടു. ഐ സോ എ ബുക്ക് എവിടെ? നിയർ ദ ബെഞ്ചസ്. ആരോ അത് എടുത്തു. സമ്മൺ പിക്ഡ് ഇറ്റ് അപ്പ്. സമ്മൺ പിക്ഡ് എന്നുകൊണ്ട് നിർത്തരുത്. വേർബ്സിൻ്റെ അപ്പുറത്ത് എന്താ സാധനം എന്നുള്ളത് പറയണം കേട്ടോ. സമ്മൺ പിക്ഡ് ഇറ്റ് അപ്പ്. പിക്കപ്പ് സംതിങ് എന്ന് വെച്ചാൽ എടുക്കുക കേട്ടോ. അപ്പോൾ മിയ പറയാം, ആരതെടുത്തത് എന്ന് വെച്ച് പറയാം, ഹൂ പിക്ഡ് ഇറ്റ് അപ്പ്. ഇവിടെ എന്തുകൊണ്ടാണ് ഡിഡ് വരാതിരുന്നത്? ഹൂ ഡിഡ് പിക്ക് ഇറ്റ് അപ്പ് എന്നെന്താ വരാതിരുന്നത് അറിയോ? ഇത് സബ്ജക്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സെൻറ്റൻസുകളും ഒബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സെൻറ്റൻസുകളും ഉണ്ട്. പിന്നെ ഗ്രാമറിലേക്ക് ഞാൻ അധികം കിടക്കുന്നില്ല. ആരാണ് ചെയ്തത്, ഇയാളാണ് ചെയ്തത് എന്നുള്ള രീതിയിൽ ഉത്തരം വരുന്ന സെൻറ്റൻസുകൾക്ക് ഡിഡ് വേണ്ട. ഹൂ പിക്ഡ് ഇറ്റ് അപ്പ്, ആരാണ് എടുത്തത്. ഇപ്പോൾ ഇവിടെ ഹൂ ഡിഡ് പിക്ക് ഇറ്റ് അപ്പ് എന്ന് ചോദിക്കാം, സെൻറ്റൻസ് തെറ്റില്ല, പക്ഷേ ഒരിക്കലും സ്വാഭാവിക കോൺവെർസേഷൻ നമ്മൾ ഉപയോഗിക്കില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇന്നയാൾ കഴിച്ചു, ആരാണ് കഴിച്ചത് എന്ന് പറയാൻ ഹൂ എയ്റ്റ് ഇറ്റ് എന്ന് പറയാം. ഹൂ ഡിഡ് അവിടെ ആവശ്യമില്ല. അതുപോലെയാണ് ആരാണ് എടുത്തത്, ഹൂ പിക്ഡ് ഇറ്റ് അപ്പ്. അപ്പോൾ ജിനോ പറയാണ്, ഒരു ഐഡിയ ഇല്ല, നോ ഐഡിയ. അപ്പോൾ സാം പറയാം, ആ ആൾ കാണാൻ എങ്ങനെയാണ് ഉണ്ടായിരുന്നു എന്നുള്ളത് വല്ല ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നു. അയാൾക്ക് ഈ എടുത്ത ആളില്ലേ, പുസ്തകം എടുത്തെന്ന് പറഞ്ഞ അയാൾ കാണാൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വല്ല ഓർമ്മയുണ്ടോ എന്ന് ഒന്ന് ചോദിക്കുക. വലിയ സെൻറ്റൻസ് പോലെ തോന്നും, പക്ഷേ സിമ്പിളാണേ. ആസ്ക്, ചോദിക്കുക. എന്ത്? ഇഫ്. ആസ്ക് ഇഫ് എന്താ ചോദിക്കേണ്ടത്? ദേ റിമെമ്പർ, അവർക്ക് ഓർമ്മയുണ്ടോ. എന്ത്? വാട്ട് ദ പേഴ്സൺ ലുക്ഡ് ലൈക്ക്. അപ്പോൾ നമ്മൾ നേരിട്ട് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളാണ് ഈ പുസ്തകം എടുത്തുകൊണ്ട് പോയ ആളെ കണ്ടത്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കണമെങ്കിൽ, വാട്ട് ഡിഡ് ദ പേഴ്സൺ ലുക്ക് ലൈക്ക്. അയാൾ എങ്ങനെ ഉണ്ടായിരുന്നു കാണാൻ? വാട്ട് ഡിഡ് ദ പേഴ്സൺ ലുക്ക് ലൈക്ക്. വാട്ട് ഡിഡ് ദ പേഴ്സൺ ലുക്ക് ലൈക്ക്. ഇനി ആ കാര്യം ഒന്ന് ചോദിക്കുക എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ, ആസ്ക് ഇഫ് ദേ റിമെമ്പർ വാട്ട് ദ പേഴ്സൺ ലുക്ഡ് ലൈക്ക്. അത് കുറച്ച് ലോങ് സെൻറ്റൻസാണ്, പക്ഷേ 2-3 തവണ പറഞ്ഞാൽ നിങ്ങൾക്കത് പിന്നെ അങ്ങനെ കറക്റ്റായിട്ട് കിട്ടിക്കോളും. ആസ്ക് ഇഫ് ദേ റിമെമ്പർ വാട്ട് ദ പേഴ്സൺ ലുക്ഡ് ലൈക്ക്. ഓക്കെ, അപ്പോൾ ജീനോ പറയാം, എഴുതാം. ഡു യു റിമെമ്പർ വാട്ട് ദേ ലുക്ഡ് ലൈക്ക്. ടൈപ്പ് ചെയ്തോട്ടോ. അപ്പോൾ അലക്സ് പറയാം, പെട്ടെന്ന് റിപ്ലൈ കിട്ടുന്നു നോക്കാം, നന്നായിരുന്നു അങ്ങനെ റിപ്ലൈ ചെയ്തിരുന്നെങ്കിൽ. ഇങ്ങനെ പറയും, ഹോപ്പ് ദേ റിപ്ലൈ സൂൺ, അല്ലെങ്കിൽ ഹോപ്പ് ദേ ആൻസർ സൂൺ. ഓക്കെ, അത് കഴിഞ്ഞ് റിപ്ലൈ വന്നു. അപ്പോൾ എന്താ റിപ്ലൈ? ഐ തിങ്ക് ഇറ്റ് വാസ് എ ഗായ് ഇൻ എ റെഡ് ഹൂഡി. ഹൂഡ്, ഇങ്ങനെ തലയിൽ മുകളിലിരിക്കുന്ന ഹൂഡ്, അങ്ങനെ ഹൂഡുള്ളൊരു വസ്ത്രമാണ് ഹൂഡി. അപ്പോൾ ഒരു ചുവന്ന ഹൂഡി ഇട്ട ഒരാളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ തിങ്ക് ഇറ്റ് വാസ് എ ഗായ്, ഒരു ആൾ. ഐ തിങ്ക് ഇറ്റ് വാസ് എ ഗായ് ഇൻ എ റെഡ് ഹൂഡി, ഒരു റെഡ് ഹൂഡിയിലുള്ള ഒരു ഗായ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ സാം പറയാം, റെഡ് ഹൂഡി, ചുവന്ന ഹൂഡി കേട്ടിട്ട് എനിക്ക് അറിയാവുന്ന പോലെ ഉണ്ടല്ലോ. ദാറ്റ് സൗണ്ട്സ് ഫെമിലിയർ. അത് നമുക്ക് അറിയാവുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. ദാറ്റ് സൗണ്ട്സ് ഫെമിലിയർ. അപ്പോൾ അലക്സ് പറയാം,
അല്ല, നമ്മുടെ ലിജോ അല്ലേ റെഡ് ഹൂഡി എപ്പോഴും ഇട്ട് കിടക്കുന്ന ആൾ അല്ലേ? അങ്ങനെ പറയാം. വെയിറ്റ്, ഇയാളല്ലേ എപ്പോഴും ഇങ്ങനെ ഇട്ട് കിടക്കാറ്? അങ്ങനെ പറയാം. ഡസൻറ്റ് ലിജോ വെയർ എ റെഡ് ഹുഡി ഓൾ ദ ടൈം? അല്ലേ, അവനല്ലേ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഡസൻറ്റ് ഹി, ആര്? ലിജോ. ഡസൻറ്റ് ലിജോ വെയർ എ റെഡ് ഹുഡി ഓൾ ദ ടൈം? എപ്പോഴും റെഡ് ഹുഡി ഇട്ട് കിടക്കുന്ന ആൾ ലിജോ അല്ലേ? അല്ലെങ്കിൽ ലിജോ അല്ലേ എപ്പോഴും അതിട്ട് നടക്കാറ്? ഡസൻറ്റ് ലിജോ വെയർ എ റെഡ് ഹുഡി ഓൾ ദ ടൈം? അപ്പോൾ ജോർജൻ പറയാം, ലിജോ അന്നത്തെ എടുത്തെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഞാൻ പറയാം, യു തിങ്ക് ലിജോ ടുക്ക് ഇറ്റ്? യു തിങ്ക്, നീ വിചാരിക്കുന്നത് ലിജോ ടുക്ക് ഇറ്റ്? അങ്ങനെയാണോ നിനക്ക് തോന്നണേ? അപ്പോൾ സാം പറയാം, ഒരു വഴിയേ ഉള്ളൂ കണ്ടുപിടിക്കാൻ ഒരു വഴിയേ ഉള്ളൂ. എന്താ അത്? പോയി ചോദിക്കുക അല്ലേ? അപ്പോൾ എങ്ങനെ പറയാം? കണ്ടുപിടിക്കാൻ ഒരു വഴിയേ ഉള്ളൂ. ഓൺലി വൺ വേ ടു ഫൈൻഡ് ഔട്ട്. ഓൺലി വൺ വേ ടു ഫൈൻഡ് ഔട്ട്. അപ്പോൾ ജോർദൻ ലിജോനെ കണ്ടപ്പോൾ ചോദിക്കുക, എടാ ലിജോ, ഹേ ലിജോ, നീ ബെഞ്ചിൻ്റെ അടുത്തൊരു പുസ്തകം കണ്ടിരുന്നാ? ഞാൻ ചോദിക്കും, ഡിഡ് യു ഫൈൻഡ് എന്ത്? എ ബുക്ക്? എവിടെ? നിയർ ദ ബെഞ്ചസ്. ഡിഡ് യു ഫൈൻഡ് എ ബുക്ക് നിയർ ദ ബെഞ്ചസ്? ബെഞ്ചസിൻ്റെ അടുത്ത് നീ ഒരു പുസ്തകം കണ്ടിരുന്നാ? ഡിഡ് യു ഫൈൻഡ് എ ബുക്ക് നിയർ ദ ബെഞ്ചസ്? അപ്പോൾ ലിജോ പറയാം, പുസ്തകമോ? ആ, ഞാനിത് എടുത്തിരുന്നു രാവിലെ. എ ബുക്ക്? അതെ, യാ, ഐ പിക്ഡ് വൺ അപ്പ് ദിസ് മോർണിംഗ്. ഞാൻ ഇന്ന് രാവിലെ ഒരെണ്ണം അവിടെ നിന്ന് എടുത്തിരുന്നു. ഐ പിക്ഡ് വൺ അപ്പ്. എന്ത്? വൺ എന്ന് വെച്ചാൽ ഒരു പുസ്തകം. ഐ പിക്ഡ് വൺ അപ്പ് ദിസ് മോർണിംഗ്. ഒരെണ്ണം ഞാൻ ഇന്ന് രാവിലെ എടുത്തിരുന്നു. ഐ പിക്ഡ് വൺ അപ്പ് ദിസ് മോർണിംഗ്. അപ്പം മിയ പറയാം, അതെ അത് തന്നെ. യെസ് ദാറ്റ്സ് ദ വൺ. അതാണ് ആ ബുക്ക്. യെസ് ദാറ്റ്സ് ദ വൺ. അപ്പോൾ ലിജോ പറയാം, നിൻ്റെ ആണോ? ഇസ് ഇറ്റ് യോസ്? ഇസ് ഇറ്റ് യോസ്? നിൻ്റെ ആണോ? ഇസ് ഇറ്റ് യോസ്? അപ്പോൾ ജിനോ പറയാം, ശരിക്കും ലൈബ്രറിയുടെ ആണ്. അല്ലേ, ലൈബ്രറിയിൽ നിന്ന് എടുത്തല്ലേ? ശരിക്കും ലൈബ്രറിയുടെ ആണ്. അയ്യോ, ടെക്നിക്കലി അല്ലേ, സത്യം പറഞ്ഞാൽ ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ ലൈബ്രറീസ്. പക്ഷേ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എനിക്കായിരുന്നു. ഐ വാസ് റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്. അല്ല, എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതല്ലേ, ബട്ട് ഐ വാസ് റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്. അപ്പോൾ അങ്ങനെ ലിജോ പോയിട്ട് പുസ്തകം എടുത്തിട്ട് കൊണ്ടുവരിക. എന്നിട്ട് പറയാണ്, എന്നാ എന്നെ പറയാം, ഹിയർ യു ഗോ, എന്നാ പിടിച്ചോ, ഹിയർ യു ഗോ. ഒരു എക്സ്പെൻസീവ് ലൈബ്രറി ബുക്ക്, വെരി എക്സ്പെൻസീവ് ലൈബ്രറി ബുക്ക്. എനിക്കറിയില്ല എനിക്ക് എത്ര ആശ്വാസമായിന്ന് ജിനോ പറയാം. യു ഹാവ് നോ ഐഡിയ ഹൗ റിലീവ്ഡ്, ആശ്വാസം, ഹൗ റിലീവ്ഡ് ഐ ആം. യു ഹാവ് നോ ഐഡിയ. നിനക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. എന്ത്? എനിക്ക് എത്ര സമാധാനമായിന്ന്. യു ഹാവ് നോ ഐഡിയ ഹൗ റിലീവ്ഡ് ഐ ആം. അപ്പം മിയ പറയാം, ഞാൻ നോക്കട്ടെ ഇതിന് പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന്. ലെറ്റ് മീ ചെക്ക് ഇഫ് ഇറ്റ് ഈസ് ഇൻ ഗുഡ് കണ്ടീഷൻ. നല്ല കണ്ടീഷനിലാണ്, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ഞാനത് ചെക്ക് ചെയ്യട്ടെ. ലെറ്റ് മീ ചെക്ക് ഇഫ് ഇറ്റ് ഈസ് ഇൻ ഗുഡ് കണ്ടീഷൻ. അപ്പോൾ അലക്സ് നോക്കിയിട്ട്, യാ ഡാമേജ് ഒന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്ത്. യാ മേക്ക് ഷുവർ ദർ ഇസ് നോ ഡാമേജ്. മേക്ക് ഷുവർ, ഉറപ്പ് വരുത്ത്. എന്ത്? ദർ ഇസ് നോ ഡാമേജ്. അപ്പോൾ ജിനോ പറയാണ്, കുഴപ്പമൊന്നുമില്ല, ഇറ്റ്സ് ഓൾ റൈറ്റ്. അപ്പോൾ അങ്ങനെ ഒരു പുസ്തകം നഷ്ടപ്പെട്ട് ഒരു പുസ്തകം തിരിച്ചു കിട്ടി, ഒരു ക്രൈസിസ് അവേർട്ട് ചെയ്തത്, ഒരു ദുരന്തം മെല്ലെ അങ്ങോട്ട് അവേർട്ട് ചെയ്തു അല്ലേ. കാര്യങ്ങൾ ശരിയായപ്പോൾ ഇല്ലെങ്കിൽ പുസ്തകത്തിന് ഇനി കാശ് നോക്കണം, ലൈബ്രറിയിൽ പുതിയൊരെണ്ണം വാങ്ങിച്ചു കൊടുക്കണം, ആകെ പണിയല്ലേ. അപ്പോൾ ക്രൈസിസ് അവേർട്ടഡ്. അപ്പോൾ അങ്ങനെ ഒരു കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ സാധാരണ സ്വാഭാവിക കോൺവെർസേഷൻസ് വരുമ്പോൾ നമ്മൾ പഠിച്ച ഗ്രാമർ ബേസിക്സ് യൂസ്ഫുൾ ആണെങ്കിലും സംസാരത്തിൽ വരുമ്പോൾ വളരെ ചെറിയ സെൻറ്റൻസുകളാണ് പൊതുവെ വരുന്നത്. നിങ്ങൾ കണ്ടില്ലേ? അതുപോലെ മേ ബിയുടെ യൂസ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ടാക്കിയത്. ഈ ക്ലാസ് ആക്ച്വലി നിങ്ങൾ ഒന്നുകൂടെ പറഞ്ഞ് ഓരോരുത്തരുടെ കോൺവെർസേഷൻ ഒന്നുകൂടെ പറഞ്ഞ് ഒരു കുറച്ച് തവണ റിപ്പീറ്റ് ചെയ്യാനാണ് ഞാൻ പറയുക. ഇത് നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ഞാൻ കുറേ നാടകങ്ങൾ, ഇംഗ്ലീഷ് നാടകങ്ങളിൽ ഞാൻ പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ പ്ലേസിൽ കുറേ പങ്കെടുത്ത് ആ ഡയലോഗ്സൊക്കെ ബൈ ഹാർട്ട് പഠിച്ചത് എനിക്ക് ഉപകാരമായി. അപ്പോൾ ഇങ്ങനത്തെ നിങ്ങൾ കോൺവെർസേഷൻസ് ഒക്കെ വെച്ചിട്ട് ഇംഗ്ലീഷ് പഠിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു കോൺസെപ്റ്റിൽ തന്നെ ഓരോ സിറ്റുവേഷനിലും ഓരോരോ എന്താ പറയുക, ഓരോ സാഹചര്യത്തിൽ വരേണ്ട സ്വാഭാവിക സംഭാഷണങ്ങളിലെ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ട് ഒരു കോഴ്സ് എടുക്കുന്നുണ്ട്. അത് വാട്സപ്പ് കോഴ്സാണ്, ഒരു 30 days കോഴ്സാണ്. വളരെ വളരെ എഫക്റ്റീവായ കോഴ്സാണ്. അത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ വാ തുറന്ന് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നു എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇംഗ്ലീഷ് നമ്മൾ അറിയാമെങ്കിലും പലപ്പോഴും നമുക്ക് വായിൽ ഇങ്ങോട്ട് പറയാൻ പറ്റില്ല അല്ലേ. അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ കണ്ണും പൂട്ടിയെടുക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ കോഴ്സ് എടുക്കരുത്. കാരണം ഇതിനൊരു 15-20 മിനിറ്റ് അല്ലേ,
കാരണം ഒരു 1 മന്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. ഈ 1 മന്തോടു കൂടി ഫ്ലുവൻസി അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് കുറേ പേര് ചോദിക്കാറുണ്ട്. എൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് കുറച്ചുകൂടെ വേണ്ടി വരും. അപ്പോൾ കുറച്ച് ഇംഗ്ലീഷ് ഓൾറെഡി അറിയാവുന്ന ആൾക്കാർക്കാണെങ്കിൽ കോഴ്സ് ഭയങ്കര ബെനിഫിഷ്യൽ ആവും. ഒട്ടും അറിയാത്ത ആൾക്കാർക്കും എടുക്കാം. നിങ്ങൾ 2-3 മാസം കൂടെ പ്രാക്ടീസ് ചെയ്യണം. ഇതേ മെറ്റീരിയൽ വെച്ച് പ്രാക്ടീസ് ചെയ്താൽ മതി. അത് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല നല്ല വ്യത്യാസം വരും, എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം എൻ്റെ കുട്ടികൾ അങ്ങനെയാണ്. എനിക്ക് ഇഷ്ടംപോലെ മെസ്സേജുകളും വോയിസ് മെസ്സേജും ഒക്കെ പല പല പ്രൊഫഷണൽ ആൾക്കാർ എടുക്കാറുണ്ട് കേട്ടോ. ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവർ മുതൽ വലിയ വലിയ പ്രൊഫഷൻസിലുള്ള ആൾക്കാർ വരെ ഈ കോഴ്സ് എടുക്കാറുണ്ട്. വാട്സപ്പിൽ ഒരു എന്താ പറയുക, അങ്ങനെ ഡേറ്റ പ്രൈവസി ഒക്കെ മാനിച്ചുകൊണ്ടുള്ള രീതിയിലാണ് ഞാൻ കോഴ്സ് നടത്താറ്. ആരുടെയും നമ്പേഴ്സൊന്നും ഷെയർ ചെയ്യാവുന്ന രീതിയിലല്ല. അപ്പോൾ വളരെ മികച്ച രീതിയിൽ 1 മാസം കൊണ്ട് നല്ലൊരു വ്യത്യാസം വരുന്നെങ്കിൽ വാട്സപ്പ് കോഴ്സ് എടുത്തുള്ളൂ. ഇനി അതല്ല, ഇംഗ്ലീഷ് ഒരു എന്താ പറയുക ഗ്രാമറും കാര്യങ്ങളെല്ലാം പഠിക്കേണ്ട കോഴ്സ്. ഇപ്പോൾ ഈ കോഴ്സ് ഗ്രാമർ വരുന്നില്ല, കാരണം നമ്മൾ ഗ്രാമർ പറയേണ്ട കാര്യമില്ല. സാഹചര്യങ്ങൾ വെച്ചിട്ട് കോൺവെർസേഷൻസ് വെച്ച് കുട്ടികളൊക്കെ ഭാഷ പിക്കപ്പ് ചെയ്യുന്ന രീതിയിലാണ് വാട്സപ്പ് കോഴ്സ്. പക്ഷെ നിങ്ങൾക്ക് ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ഒരു കോഴ്സ് ഗ്രാമറും എല്ലാ കാര്യങ്ങളും വേണമെങ്കിൽ 90 ഡേയ്സ് ഇംഗ്ലീഷ് കോഴ്സ് എടുത്താൽ മതി. അത് എൻ്റെ വെബ്സൈറ്റിലൂടെ കിട്ടുന്ന കോഴ്സാണ്, വാട്സപ്പ് വഴിയല്ല. പക്ഷേ അത് ഒരു ഒറ്റ കോഴ്സ് ഇംഗ്ലീഷ് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അതിൽ 3 മാസം നമ്മൾ 90 ഡേയ്സ് പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പൊതുവേ കുറേ പൊട്ടത്തരങ്ങളൊക്കെ നമ്മളിങ്ങനെ കുറേ പഠിച്ചു വയ്ക്കും. അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി ചെറിയ ചെറിയ ടോപ്പിക്കായിട്ട് അതിന് പക്ഷേ ഒരു 15 മിനിറ്റ് എല്ലാ ദിവസവും വേണം. ഇല്ലാത്തവർ എടുക്കാൻ നിൽക്കണ്ട, നിങ്ങൾക്ക് ശരിയാവില്ല. ഇന്നിരുന്ന് പിന്നെ അടുത്ത ആഴ്ച വീക്കെൻഡിലിരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ച് നടക്കില്ല. അങ്ങനെയുള്ളവർ കോഴ്സ് എടുക്കണ്ട, അത് കാശ് നഷ്ടമാവും വേണ്ട. എല്ലാ ദിവസവും 15 മിനിറ്റ് എടുക്കാൻ പറ്റുമെങ്കിൽ, ഇപ്പോൾ ഒരു ദിവസം ഇടയിൽ മിസ്സായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അന്ന് പോലും ഒരു മിനിറ്റെങ്കിലും ആ കോഴ്സും തുറന്ന് ഒന്ന് വെക്കുന്ന ശീലം വെക്കാം, ആ ഹാബിറ്റ് ബ്രേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 15 മിനിറ്റ് എല്ലാ ദിവസവും ചെയ്യാം. അതോടുകൂടി കോഴ്സ് തീരും 90 ഡേയ്സിൽ. പിന്നെ നമ്മൾ ChatGPT വെച്ചിട്ട് പ്രാക്ടീസ് അതിനിടെ തുടങ്ങും. അപ്പോൾ നമുക്ക് ലിസണിങ്ങും സ്പീക്കിങ്ങും പ്രാക്ടീസ് അതിൻ്റെ കൂടെ ഉണ്ട്. അത് പോരാണ്ട് ആ കോഴ്സ് എടുക്കുന്നവർക്ക് ഞാൻ ആദ്യം പറഞ്ഞ 30 ഡേ വാട്സപ്പ് കോഴ്സില്ലേ, അതിലേക്കും എൻറോൾ ചെയ്ത് കൊടുക്കും, എക്സ്ട്രാ ചാർജൊന്നും ഇല്ലാണ്ട്. അപ്പോൾ 90 ഡേ കോഴ്സ് എന്ന് വെച്ചാൽ ഫുൾ കോഴ്സാണ്. വേറൊരു കോഴ്സ് അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുക്കേണ്ട കാര്യം വരില്ല. ഗിവൻ 15 മിനിറ്റ് എല്ലാ ദിവസവും നിങ്ങൾ ആ കോഴ്സ് സ്പെൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് എൻ്റെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ്. കൂടുതൽ അറിയണമെങ്കിൽ ഒന്നില്ലെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, വാട്സപ്പ് കോഴ്സിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പലരും എൻ്റെ അടുത്ത് വരുന്ന കുട്ടികൾ പലപ്പോഴും പറയുന്ന കാര്യം എന്ന് വെച്ചാൽ പല വേറെ കോഴ്സുകൾ എടുത്തിട്ട് കാശ് പോയിന്ന്. എനിക്കതിലൊന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ കോഴ്സ് എടുത്ത ഒരു കുട്ടി കാശ് പോയി എന്ന് പറയാൻ ഒറ്റ കാരണമുള്ളൂ, കോഴ്സ് ചെയ്യാത്തതുകൊണ്ട്. കോഴ്സ് മടുപ്പിക്കുന്ന കോഴ്സൊന്നുമല്ല, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഉണ്ടാക്കിയ കോഴ്സാണ്. വളരെ മിനിമം ടൈം കൊണ്ട്. കാരണം എൻ്റെ ഈ കോഴ്സ് കുറേ നേരം ഇങ്ങിരുന്ന് പാട്ട് പോലെ കേട്ടിട്ട് അങ്ങനത്തെ കോഴ്സല്ല കേട്ടോ. ഏറ്റവും മിനിമം ടൈം നമുക്ക് എഫേർട്ട് എടുത്തിട്ട്, കാരണം ഈ പറയുന്നത് അല്ല, അവിടെയല്ല ഇംഗ്ലീഷ് പഠിക്കുക, പറയുന്നത് കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം നിങ്ങളെ കൊണ്ട്, അവിടെയാണ് നിങ്ങൾക്ക് ഗുണം കിട്ടുക. അതുകൊണ്ടാണ് എൻ്റെ കോഴ്സിൽ വീഡിയോസ് ചെറുതാണ്, ക്വിസസ് ആണ് കുറേ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് വൊക്കാബുലറി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു കോഴ്സൊന്നും വേണ്ട. ഇതിൽ ക്വിസ് ചെയ്യുന്നതോട് നിങ്ങളുടെ വൊക്കാബുലറിയും കുറേ ഇമ്പ്രൂവ് ആവും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പ്രാക്ടീസ് ഉണ്ട്, അത് നിങ്ങൾക്കൊരു ChatGPT വെച്ചിട്ടൊരു പ്രാക്ടീസ് ഒരു 2-3 മിനിറ്റ്സ് ഒരു ഡേ നിങ്ങൾ വെച്ച് എല്ലാ ദിവസവും ചെയ്താൽ മതി. ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിരിക്കും. വേറൊരു കോഴ്സ് നിങ്ങൾക്ക് വേണ്ടി വരില്ല എന്ന് എഴുതി ഒപ്പിട്ട് തരാം. അത്രയും എഫക്റ്റീവായ കോഴ്സാണ് ഈ 90 ഡേ ഇംഗ്ലീഷ് കോഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കുക. എനിക്ക് നിങ്ങളുടെ എന്താ പറയുക ഒരു കുറച്ചൊരു പേടി ഉണ്ടാവും, അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം കുറേ കോഴ്സുകൾ ഇട്ടിട്ട് ആൾക്കാരുടെ കാശ് പോയത് എനിക്ക് അറിയാൻ പറ്റും. എൻ്റെ കോഴ്സല്ല, ഞാൻ അങ്ങനത്തെ ഒരു പരിപാടി ചെയ്തിട്ടില്ല. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കോഴ്സ് കൊണ്ട് നല്ല ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് എൻ്റെ സ്റ്റുഡൻസ് അങ്ങനത്തെ റിവ്യൂ തരുന്നത്. അല്ലാണ്ട് ഒരു മോശം റിവ്യൂ എൻ്റെ സ്റ്റുഡൻസിന് വന്നിട്ടില്ല. അതെന്താ കാരണം, അത് എനിക്ക് മോശം റിവ്യൂ കിട്ടിയിട്ട് ഞാൻ ഇടാതിരുന്നതല്ല, ആകെ സമയത്ത് തീർക്കാത്തതാണ് കാര്യം. കുട്ടികൾ 6 മന്ത്സേ ടോട്ടൽ ഒരു കോഴ്സ് ആക്സസ് ഉള്ളൂ, അതിനുള്ളിൽ തീർക്കണം. നിങ്ങൾ 1 വർഷം 2 വർഷമൊക്കെ കോഴ്സ് കിട്ടുന്ന കോഴ്സില്ലേ, ആരും ഒന്നും പഠിക്കില്ല. 6 മാസം കൊണ്ട് അത് തീർക്കുക. പിന്നെ ഈ കോഴ്സ് തന്നെ പഠിച്ചുകൊണ്ടിരിക്കരുത്, നമുക്കിത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ബാക്കിയുള്ള നമ്മൾ റീഡിങ്ങും പിന്നെ ഞാൻ പറഞ്ഞില്ല ChatGPT വെച്ചിട്ടുള്ള പ്രാക്ടീസ്, അതൊക്കെ ആണ് പിന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടത്. ഏതുനേരം ഗ്രാമറിൻ്റെ ബേസിക്സ് നോക്കിക്കൊണ്ടിരിക്കരുത്. അത് നമ്മൾ ക്ലിയർ ആയോ, അതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുക. അത് ബൈ ഹാർട്ട് പഠിക്കരുത്. അത് കാര്യങ്ങൾ മനസ്സിലാക്കിയ ക്വിസ് കറക്റ്റായിട്ട് ചെയ്യുക. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളങ്ങോട്ട് പറക്കാൻ റെഡി ആവുക. നമ്മുടെ അറിവ് വെച്ചിട്ട് കോൺഫിഡൻസ് വരും, നമുക്ക് ഇംഗ്ലീഷ് അറിയാമെന്ന്. പക്ഷേ ഫ്ലുവൻസിയുടെ പാത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങുക ചെയ്യേണ്ടത്. അങ്ങനെയാണ് ഞാൻ എൻ്റെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ പറഞ്ഞേ ഉള്ളൂ, താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കുക. യൂട്യൂബിലും ധാരാളം വീഡിയോസ് ഉണ്ട്. കാശ് ഇപ്പോൾ ഒരു കോഴ്സിന് ഫീ അടയ്ക്കാൻ പറ്റാത്തൊരു വിഷമിക്കേണ്ട. യൂട്യൂബിൽ ഞാൻ പറഞ്ഞില്ലേ 16 വീഡിയോസ് ഉണ്ടെന്ന്, അത് കാണുക. അപ്പോഴും നന്നായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. സംശയം ഉണ്ടെങ്കിൽ യൂട്യൂബിൽ കോമൻസ് ആയിട്ട് ചോദിക്കുക. ഈ വീഡിയോ സീരീസ് ഇഷ്ടപ്പെട്ടോ?
അഭിപ്രായങ്ങൾ അറിയാൻ ജെന്യുവിനായിട്ട് സത്യസന്ധമായിട്ട് എനിക്ക് താല്പര്യമുണ്ട്. പറയൂ കേട്ടോ, താഴെ കോമൻ്റായിട്ട് പറയൂ. അപ്പം അടുത്ത ദിവസം വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.